സുധി എന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളും അതുപോലെ തന്നെ പലരുടെ അടുത്തുനിന്നും കടം മേടിച്ച് നടന്നിട്ടിരുന്ന ആളാണ്. അയാളുടെ മരണത്തിന് ശേഷമാണ് എല്ലാവരും അയാളെ പുകഴ്ത്തുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ ചേച്ചി? ഇത് ഏത് വർഷമാണ്? 2026, 2026, 2025, 2024, 2023. ഈ 2022 തോന്നുന്നു സൂചിച്ചേട്ടൻ മരിച്ചല്ലേ? 2022 മരിച്ച മനുഷ്യനല്ലേ? അതിനകത്ത് ഈ കമന്റിന് എന്ത് പ്രസക്തി? മരിച്ചവരെ നമുക്ക് സമാധാനത്തിലൂടെ പറയട്ടെ, അതിനെപ്പറ്റി നമുക്ക് ഉച്ചകേണ്ട. 2026 ആയില്ലേ? രേണുസുതി എന്നെ സ്വന്തം ഭർത്താവ് കൊല്ലം സുധി മരിച്ചത് തന്നെ മറന്നുപോയി. കാര്യം അവർ ജീവിത തിരക്കിലാണ്. രണ്ടും അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള എവിടെയെങ്കിലും എത്താനുള്ള ശ്രമത്തിൽ അവർക്കൊന്നും ഓർക്കാൻ സമയമില്ല. അതെല്ലാവരും മനുഷ്യനെങ്ങനെയാണല്ലേ? നമ്മളൊരാൾ നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ സുഹൃത്തുക്കളോ മരിച്ചു കഴിഞ്ഞാൽ 1, 2, 7, 8 ഒരു മാസം അത് കഴിഞ്ഞാൽ നമ്മൾ മറുപടി ജീവിതത്തിൽ തിരക്കിലേക്ക് പോകും. അത്ര തന്നെയുള്ളൂ. പക്ഷേ ആ മരിച്ചവർ നമുക്കെന്തായിരുന്നോ അത് ബന്ധപ്പെട്ടിരിക്കും പിന്നെയുള്ള ജീവിതം. അത് ഇവരുടെ മൂത്തവനായ കിച്ചൂടെ ചില ആറ്റിറ്റ്യൂഡുകൾ നമുക്ക് മനസ്സിലാവുമായിരുന്നു. അവൻ ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാൾ അവൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. കാര്യം നമ്മൾ അച്ഛനെ പറ്റി പറയുമ്പോൾ അങ്ങനെ ഗുണം ആളൊന്നുമല്ല, വളരെ പാവം മനുഷ്യനായിരുന്ന കാര്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും അദ്ദേഹത്തിൻ്റെ മറ്റുള്ള ആൾക്കാർ പറഞ്ഞനുസരിച്ചിട്ട് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു, 3 വിവാഹങ്ങളും കഴിച്ചു. അപ്പോൾ ആ കാര്യത്തിലൊക്കെ സ്വാഭാവികമായിട്ടത് റോങ് ആയിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. മരിച്ച ആളാണ്. സാമ്പത്തികമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, കടം വാങ്ങിക്കൽ വിഷയങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും മരിച്ചൊരു പോട്ടെ, പക്ഷെ പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ സ്വന്തം മകനോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും ആ മകൻ്റെ പല കാര്യങ്ങളിലും അച്ഛനും എവിടെയോ പാളിപ്പോയില്ലേ. ഈ കിച്ചു എന്ന് പറയുന്നത് അവൻ തന്നെ പറഞ്ഞ പോലെ ഒരു ഇൻട്രോവേർട്ടാണ്. അവൻ എവിടെയൊക്കെ വീടിൻ്റെ ഒരു ചെറിയ മുറിക്കുള്ളൊരു കമ്പ്യൂട്ടർ മുമ്പിൽ അങ്ങനെ ഇരുന്ന് ആരോടും സംസാരിക്കും. വല്ലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എല്ലാം ഇന്ത്യയിലായി, ആരും അങ്ങനെ വലിയ സഹവർത്തിത്വമൊന്നും ഇല്ലാത്തൊരാൾ. അച്ഛൻ്റെ മരണം വന്നപ്പോൾ അവൻ ആകെ ഒറ്റപ്പെട്ട രീതിയിലായി. അപ്പോൾ അവൻ്റെ ഒരു ചാനലോടെ കഴിഞ്ഞ ദിവസം മൈ ലൈഫ് സ്റ്റോറി, എല്ലാവരും ആഗ്രഹിച്ചല്ലോ എന്താണ് സംഭവിച്ചത്. ഈ സുധി എന്ന് പറഞ്ഞൊരു ആളുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ളൊരു ഇത് ചിലവർക്ക് അത് സഹിച്ചില്ല. ഞാൻ 2 വീഡിയോ ഒരുപരി ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് തന്നെ ചെയ്തത്. കാര്യം ഒരു വിധവയായ സ്ത്രീ അവർ ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ തേടുമ്പോൾ അത് എങ്ങനെ ജീവിക്കണം എന്നാണല്ലോ. നമുക്ക് അവർ ചിലവരൊന്നും കൊടുക്കില്ലല്ലോ. നമ്മൾ അവർക്ക് ഒരു 10 പൈസ ചിലവിന് കൊടുക്കില്ല. അവരെങ്കിലും ജീവിച്ചു പോട്ടെ. പക്ഷേ അത് വെച്ച് ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കിയാൽ അവർ നിക്കറിട്ടു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാണിച്ചു, അവർ ഡാൻസ് കളിച്ചു, അങ്ങനെ പല രീതിയിലും സ്ഥിരമായിട്ട് ഒരുപാട് വീഡിയോ സ്ഥിരം കണ്ടന്റ് ചെയ്ത് തന്നെ വീഡിയോ ഉണ്ടാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഒരുപക്ഷെ രേണുവും ആഗ്രഹിച്ചിരുന്നു. കാര്യം അവരൊന്നും വൈറലായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലുമൊക്കെ പറയുവാനുള്ള ഉത്തരങ്ങൾ കൊടുക്കുക, ഉത്തരങ്ങളുടെ ആൾക്കാർ റിയാക്ഷൻ ചെയ്യുക, അതിന് മറുപടി കൊടുക്കുക. അതുകൊണ്ട് തന്നെ രേണു എന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അവരൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അവർ വരുമാന മാർഗം. ഞാൻ അങ്ങനെ തന്നെ കാണുന്ന ആളാണ്. പക്ഷേ അവരുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ അവരുടെ മക്കളിലേക്കും ചിലപ്പോൾ എത്താം. ഈ പൊതുജനം പല ടൈപ്പാണ്. തൻ്റെ കൂടെ ഉള്ളതൊക്കെ നല്ലതും പുറത്തുള്ളതൊക്കെ ചീത്തയാണ് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ രേണുസുതി അങ്ങനെ പോകണതോ അല്ലെങ്കിൽ ബാറിൻ്റെ ഉദ്ഘാടനത്തിന് പോകണതോ കടയുടെ ഉദ്ഘാടനത്തിന് പോകണോ അവരെന്തെങ്കിലും ഇച്ചിരി എക്സ്പോസ് ചെയ്ത് കാണിക്കണമെന്ന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. അവൾ ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളപ്പോൾ അവിടെ അല്ലെങ്കിൽ രേണുവിടെ എന്തെങ്കിലും നാശങ്ങളോ ആൾക്കാരെ ആഗ്രഹിക്കും. അങ്ങനെ ഈ കുട്ടിയോട് ആ രീതിയിൽ തന്നെ അവർ വേണ്ടപ്പെട്ട ആൾക്കാരുടെ മാതാപിതാക്കളുടെ പെരുമാറിയപ്പോൾ ഇപ്പോൾ കിച്ചുവിന് വിഷമം ഉണ്ടാകുന്നുണ്ട്. അവൻ ഇന്നലെ പറഞ്ഞ മൈ ലൈഫ് സ്റ്റോറി അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ ചെറിയ കുറച്ച് ശകലങ്ങൾ എടുത്തിട്ട് അതൊന്നും പറയാനുള്ളതായിരിക്കണം. കുറച്ച് കാണാം. എന്താവും അങ്ങോട്ട്, എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് ഒന്നും അറിയില്ല. ഇതൊക്കെ എന്താ ഇപ്പം ചോദ്യം എന്തായാലും വരും. ഇതൊക്കെ നിനക്ക് ഇപ്പോഴാണോ പറയാനുണ്ടെങ്കിൽ ബ്രോ ഞാൻ എന്താ ഇപ്പം പറയാം. എനിക്ക് സംസാരിക്കാൻ ഞാനൊരു റൂമിൽ മാത്രം ഇങ്ങനെ എനിക്കറിയത്തില്ല, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്തോ ഇപ്പം പറയാനൊക്കെ തോന്നി. ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ ലൈഫ് സ്റ്റോറി എനിക്കിങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ചിലവർക്ക് എന്നോട് ഒരു ഇഷ്ടമൊക്കെ കുറയാൻ പോവാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെപ്പോഴും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ. എന്താവുന്ന അറിയത്തില്ല. അങ്ങോട്ട് എന്തായാലും നോക്കാം. ഞാൻ ഇപ്പം ഓക്കെയാണ്. ശരിയാണ്. ചിലപ്പോൾ കിച്ചുവിനോടൊരു ഇഷ്ടമുള്ളവർ വന്നു, നീ എന്തിനാണ് വീട്ടിൽ കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത്, അത് പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇവൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഇവൻ്റെ പുറകെ നടന്ന് ഇവനിങ്ങനെ നടക്കുന്ന വഴികളിലും ഇവൻ കാണുന്ന ആൾക്കാരിലൊക്കെ നിൻ്റെ അമ്മ എന്താണ് ഇങ്ങനെ, നീ അത് അങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ നിനക്ക് ഇതാണ്, നിൻ്റെ അമ്മ നിന്നെ നോക്കാറില്ലേ, അങ്ങനെ ഇങ്ങനെ കുത്തി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളിൽ കിടന്ന വിഷമങ്ങൾ. കാര്യം ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം വിവാഹം കഴിച്ചു, അതും അന്നും തല്ലായിരുന്നു അച്ഛനായിട്ട്. 2ാമത് വിവാഹം കഴിച്ചു, അതും പ്രശ്നമായിരുന്നു. 3ാമതാണ് ഈ പറഞ്ഞ രേണു വിവാഹം കഴിയണത്. രേണു വിവാഹം കഴിച്ചു. രേണും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു അവൻ പറയുന്നത്. കാര്യം അവനൊരു സമാധാന അച്ഛനാണ്.
അച്ഛൻ വരുമ്പോൾ അച്ഛനോട് സംസാരിക്കുക, അച്ഛനോട് ഭക്ഷണം കഴിക്കുക, അവസാനം ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അച്ഛൻ കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ ഒരു സമാധാനം. കാര്യം അവന് വീട്ടിലിരിക്കാൻ അവന് ആരുമില്ല. പിന്നെ അമ്മ ഇവനെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകണം, ഇവനെ കൊച്ചിനും കൊണ്ടുപോകണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ കൊണ്ടുപോകണം താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുന്നു. അതൊക്കെ അവൻ ഈ വീഡിയോയിൽ പറയുകയാണ്. ഒരു റൂമിൻ്റെ അതാ പറയുക, റൂമിൻ്റെ അത് ഒറ്റപ്പെട്ട ഒരു കമ്പ്യൂട്ടർ റൂമിൽ അവൻ ഇരിക്കുകയാണ് ജീവിതം. സംസാരിക്കാൻ ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്ത അങ്ങനെ തന്നെ ഒരു ജീവിതമായത്. ഒരു ഇൻട്രോവേർട്ടായി അല്ലെങ്കിൽ എന്തിലോ അവന് ഉള്ളിലേക്ക് വലിഞ്ഞു. പെട്ടെന്ന് അച്ഛൻ്റെ മരണവും ആഘോഷിച്ച കുറേ ബന്ധുക്കളും സ്വന്തക്കാരും. മനസ്സിലായില്ലേ? അച്ഛൻ്റെ ആ മരണം ഏറ്റവും കൂടുതൽ കൊണ്ടത് ഇവനക്കായിരുന്നു. കാരണം അവൻ്റെ ഏറ്റവും വലിയൊരു സമാധാനം അച്ഛൻ പോയി. അവൻ അനുഭവിച്ച ദുഃഖങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെ പലപ്പോഴും പല രീതിയിൽ പറഞ്ഞു. കാര്യം നമ്മുടെ അച്ഛനൊക്കെ ചെറുപ്പത്തിൽ മരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വിഷമം നമുക്ക് അറിയായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. പിന്നെ ഒന്ന് കല്യാണം കഴിച്ച് 2 കല്യാണം 3 കൂടി എന്ന് പറയുന്ന അവസ്ഥയൊക്കെ അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ. ഞാനത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കൊല്ലത്ത് ഹാപ്പി ആയിട്ട് ഇപ്പോൾ പോവുക. പിന്നെ അമ്മയുടെ കാര്യം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ പോകുന്നത് എനിക്ക് ഞാൻ ഇപ്പം മനസ്സിലായി. ആ ഒരു കണക്ഷനാണ് ഞങ്ങൾ. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മിൽ. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. രേണുസുദിനെ പറ്റി ഞാൻ കുറച്ച് പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അമ്മയായിട്ട് അങ്ങനെ വലിയ കണക്ഷനൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് വിളിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അവർക്കും അവരുടെ ജീവിത തിരക്കിലാണ്. സ്വന്തം കുട്ടിയെ തന്നെ നോക്കുന്നുണ്ടോ സംശയമാണ്. അത് പല വീഡിയോകൾ പലരും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആ വീട്ടിൽ ഈ ഋതപ്പനും ഈ കിച്ചുവിനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത വീട്ടിലാണ് രേണുസുതിയും കുടുംബവും അല്ലെങ്കിൽ ഒരു അനിയത്തിയോ ഇടത്തിയോ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ട് അവനൊക്കെ ആരുമില്ല എന്നുള്ള രീതിയിലാണ് അവൻ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊല്ലത്തേക്കാൻ മാറിയിരിക്കുന്നത്. അപ്പോൾ അമ്മയെ പറ്റി ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയോട് ഒരുപാട് കുറ്റം പറയാൻ പറ്റില്ല. അത് അവരുടെ ജീവിതമാർഗ്ഗം. നമുക്കില്ലാത്ത വേണി അങ്ങനെ ഒരു തമിഴിലിട്ട് അടിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഒന്നും നമ്മൾ പറയുന്നില്ല. അവൻ്റെ വിഷമം അവൻ പറയണം. അമ്മയായിട്ട് അത്ര ബന്ധമുള്ളൂ. അല്ല അമ്മേനെ പറ്റി വലിച്ചു കീറുക, അമ്മ മോശമാണെന്നൊന്നും അവൻ പറയുന്നില്ല. പക്ഷെ പറയാനുള്ള കാരണം എന്താണ്, അമ്മയെപ്പറ്റി ഇത്രയും പറയാനുള്ള കാരണം എന്താണ്, ഇത്രത്തോളം ഉള്ളു തുറക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഒരു വാക്കൂടെ അവൻ പറയുന്നുണ്ട്. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി. അവരും എല്ലാവരും ഇപ്പം എന്നെ അങ്ങനെ ഒരു ചെറുക്കൻ അങ്ങനത്തെ രീതി കാണണമെന്ന് അതൊക്കെ ഒരു ഫീലാവുന്നു ഭയങ്കരമായിട്ട്. ഇതൊക്കെ കൊണ്ട് പറയാമെന്ന് വിചാരിച്ച്. ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് സ്റ്റോറി. ഞാനേലും നോക്കാം. ഇപ്പം ഇത്രയൊക്കെ ആയില്ല, ഇത്രയൊക്കെ അനുഭവിച്ചില്ല, ഇത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചില്ല. ഇങ്ങനെ കൊണ്ട് പറ്റും. ഞാൻ ഒറ്റയ്ക്ക് ജീവിതത്തിൽ നമ്മളൊന്നും ഒറ്റയ്ക്കുള്ളൂ മോനെ. ആരെങ്കിലും കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നവരൊക്കെ അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവർ തെറ്റി മാറിപ്പോവും. ഇപ്പോൾ കുട്ടി പറഞ്ഞ പോലെ തന്നെ അവരുടെ കൂട്ടുകാരന്മാരുടെ മാതാപിതാക്കൾ എന്നെ ഇങ്ങനെ ഒരു ചോദിക്കാരും അമ്മ അല്ലെങ്കിൽ അമ്മയുടെ ചില കാര്യങ്ങൾ, അമ്മ നടക്കുന്ന വഴികൾ അല്ലെങ്കിൽ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഈ കുട്ടിയെ കാണുമ്പോൾ അവരോട് കുത്തി ചോദിക്കും. ഒരു മനസ്സുഖം. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ സുഹൃത്തുക്കൾ മാത്രമല്ല, അവർ മാതാപിതാക്കൾക്ക് ആ സുഹൃത്തിനോട് തോന്നുന്ന ഇഷ്ടമൊന്നും മാതാപിതാക്കൾക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അവർക്ക് ഒരു മനസ്സ്, ഒരാൾ കഷ്ടപ്പെട്ട് കാണുമ്പോൾ, ഒരാൾ ദുഃഖിതനായി കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ഇടങ്ങേറിൽ നിൽക്കുമ്പോൾ അത് കാണാൻ സന്തോഷിക്കുന്ന ഒരു വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട്. അതൊക്കെ തന്നെ ഇങ്ങനത്തെ ആൾക്കാരുടെ ചോദ്യം കൊണ്ടാണ് അവൻ പറയാതെ പറയുന്നത്. കാരണം ഇവർക്ക് താല്പര്യമില്ല. വീട്ടിൽ അവൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വിഷമങ്ങളോ ഒന്നും അവന് മുമ്പ് അവൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ പറയുന്നുണ്ട്, അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. കാര്യം ഈ ലോകത്ത് അവർക്കൊന്ന് പിടിച്ച് നിൽക്കണം, ഈ ലോകത്തൊന്ന് ജീവിക്കണം. അവൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡ്രഗ്സിന് ഒരു അടിമയായിട്ടുണ്ട്. എന്നെ സഹായിച്ചത്, എന്നെ ഇതിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട 3-4 സുഹൃത്തുക്കളാണ്. അവരാണോ അവരുടെ കൂടെയുള്ള ആൾക്കാരുടെ മാതാപിതാക്കൾ ഈ വരുന്നതിനും പോണവനും കാണുമ്പോൾ നിൻ്റെ അമ്മ അങ്ങനെയാണല്ലോ, നിൻ്റെ അമ്മ അങ്ങനെ അടക്കമുള്ളൂ, നിൻ്റെ അമ്മ അങ്ങനെയാണ്. ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ ലോകത്തില്ലേ? വളരെ മോശമായ രീതിയിൽ സ്വന്തം ശരീരം വിറ്റ് മക്കൾ നോക്കുന്ന മാതാക്കളില്ലേ? അങ്ങനെയൊക്കെ ഒരു പോയിട്ടുണ്ടോ? വെറുതെ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി അവർ ജീവിക്കണം. എങ്ങനെ ജീവിച്ചോട്ടെ, നമ്മൾ 10 പൈസ ചിലവിന് അവർ കൊടുക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അവർ വിറ്റ് കാശാക്കുന്ന ആൾക്കാർ എന്താണ് പറയേണ്ടത്? കാര്യം അങ്ങനെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും അവരുടെ അത് കേട്ട് കുറേ ആൾക്കാർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ വെറുപ്പും അവരോടുള്ള അല്ലെങ്കിൽ അളർന്നു പോവുമോ രക്ഷപ്പെട്ടു പോകുന്നുള്ള ഒരു അസൂയൊക്കെ ആവാം. അവരങ്ങനെ പോണ വഴിയിൽ അവർ പൊക്കോട്ട്. ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ ഒരുപാടില്ല. ഇതിന് മോശമായിട്ട് ജീവിക്കുന്ന നമ്മൾ സെലിബ്രിറ്റികൾ എന്ന് വിളിക്കുന്ന വലിയ സിനിമാ നടന്മാർ നടിമാർ ഇതിന് മോശമായിട്ട് വസ്ത്രം ധരിച്ച് അവർ അഭിനയിക്കുന്നില്ലേ? അവർക്കില്ലാത്ത എന്ത് ഒരു ഇതാണ് ഇവർക്കും ഇല്ലാത്തത്? അവർക്കുള്ള വില ഇവർക്കുണ്ട്. ആ വിലയും നിലയൊക്കെ ഇവർക്കില്ലേ? ഇവർ പൈസ ഇല്ലാത്തതോ സാധാരണക്കാരെ ജീവിച്ചാണോ പ്രശ്നം? അങ്ങനെ നടക്കുന്നതുകൊണ്ട് ആ ചോദ്യങ്ങളും ഈ പറഞ്ഞ സമൂഹത്തിലെ ചോദ്യങ്ങളും അങ്ങനെ വെറുപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ കിച്ചു ഇത് പറയാനുള്ള കാരണം ഞാൻ പറയുള്ളൂ. അവനെ ഈ ചുറ്റുപറ്റി നിൽക്കുകയാണെങ്കിൽ ഇത് ഞാൻ പ്രശ്നമാണ്. ശരിയായിരിക്കും, ഈ സ്വന്തം അമ്മേനെ പോലൊന്നും രണ്ടാനമ്മയൊന്നും ഒരിക്കലും മക്കളെ സ്നേഹിച്ച ചരിത്രം വളരെ വളരെ ചുരുക്കമുള്ളൂ.
വിഷയങ്ങളുണ്ടാവും. അവർ ജീവിച്ചു പോട്ടെ, എന്തിനാണ് അവരെ പുറകിടന്ന് ഇടങ്ങനാക്കുന്നത് ഞാൻ പറയുള്ളൂ. കാരണം ഇത് അനുഭവിച്ചവരൊക്കെ അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ പറയണത് ഇത്ര നാളും നിങ്ങൾ പിന്നെ രേണു എന്ന് പറഞ്ഞാൽ രേണു സുധീനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, ഇനി ഇവരുടെ സപ്പോർട്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ കൊല്ലം സുധിയുടെ മകൻ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിച്ച ഒരു മകനാണിവൻ അല്ലേ. ഇനി അവനൊന്ന് പ്രൊമോട്ട് ചെയ്യേ, ഇനി അവനെ എഴുത്താനോ അവനെ സമൂഹത്തിൽ അവൻ്റെ അമ്മ എൻ്റെ രണ്ടാനമ്മ ചെയ്തനോ അല്ലെങ്കിൽ മറ്റുള്ള ചെയ്തവനോ അവൻ്റെ അച്ഛൻ ചെയ്തനോ ഒന്നും പറഞ്ഞ് അവനെ എഴുത്തണ്ടാവനോ അവനൊന്നും അതിനൊരു ബന്ധമില്ല. അവനൊക്കെ അതിനകത്ത് പെറ്റുപോയി, അവന് ജീവിച്ചു പോയി, ലോകത്ത് വന്നു പോയിന്ന് തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ. ഇനി അവൻ ജീവിക്കേണ്ട അവൻ്റെ കടമയല്ലേ, അവന് ട്രോമയിൽ നിന്നൊന്ന് ഉയർത്തു തന്നെയാണ്. ഇനി അവനൊന്ന് പ്രൊമോട്ട് ചെയ്യും. അവൻ ഇനി ഇന്നാഗ്രേഷനും മറ്റുള്ള പ്രൊമോഷൻ വർക്കിന് വിളിക്കുക, അവൻ രക്ഷപ്പെട്ടെ, അവൻ കാശുണ്ടാക്കട്ടെ. അവൻ്റെ കൊച്ചനിയനോട്, അവൻ്റെ സ്വന്തം അമ്മയുടെ മകനല്ലേ പോലും അവൻ്റെ സ്വന്തം അനിയനെ ഋതപ്പനെ അവൻ സ്നേഹിക്കുന്നുണ്ട്. അവർ ജീവിച്ചു പോട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിച്ചു. ഇനി അവന് പുറകെ നടക്കല്ലേ പ്ലീസ്. കാര്യം അവരുടെ ജീവിതം അവർ തിരഞ്ഞെടുക്കട്ടെ. എന്തിനാണ് എൻ്റെ പുറകെ നടന്ന് കുത്തി അവർ വേദനിപ്പിക്കുന്നത്? എനിക്കതാ പറയാനുള്ളൂ. അവൻ ജീവിച്ചോട്ടെ, അവനെ പ്രൊമോട്ട് ചെയ്യും, അവൻ രക്ഷപ്പെട്ടെ.